30% വോട്ട് ബാങ്കിന് വേണ്ടി KCBCയുടെ അഭ്യർത്ഥനകളെ നിരാകരിച്ച് 610 കുടുംബങ്ങളെ ഇന്ത്യൻ പാർലമെന്റിൽ ഒറ്റിക്കൊടുത്ത കോൺഗ്രസ് എംപിമാർക്കും മറ്റ് കോൺഗ്രസ് നേതാക്കൾക്കും ഇനി സമരപ്പന്തലിൽ പ്രവേശനമില്ല. പള്ളിക്ക് മുമ്പിൽ ഫ്ലക്സ് വെച്ച് മുനമ്പം ജനത പ്രതിഷേധം കടുപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അവർ മുനമ്പത്തെ സമരവേദിയിൽ കോൺഗ്രസ് എംപിമാർക്കും നേതാക്കൾക്കും വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് ഒരു ഫ്ലക്സ് ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. മുനമ്പം ജനതയുടെ പേരിലാണ് ഫ്ലക്സ് ഉള്ളത്. ഇതോടെ കോൺഗ്രസ് എംപിമാർക്കെതിരെ സമരക്കാർ പ്രത്യക്ഷ നിലപാട് എടുക്കുമെന്നാണ് വ്യക്തമാകുന്നത്. വഖഫ് ഭേദഗതി ബില്ലിനെ ഒറ്റക്കെട്ടായി എതിർക്കുകയായിരുന്നു ഇന്ത്യ മുന്നണി. മുനമ്പം ഭൂമി പ്രശ്നത്തിൽ ഇരു കേരള കോൺഗ്രസ് വിഭാഗങ്ങളും ക്രൈസ്തവ സഭ നിലപാടിനെ പൂർണ്ണമായും തള്ളിയില്ല. ജോസ് കെ മാണിയും ജോസഫ് വിഭാഗം MP ഫ്രാൻസിസ് ജോർജും മുനമ്പം വിഷയം ഇന്ത്യ സഖ്യയോഗത്തിൽ അടക്കം മൃദു സമീപനം മാത്രമാണ് എടുത്തത്. അവരും ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്തു. സ്വന്തം പണം കൊടുത്തു വാങ്ങിയ ഭൂമി വഖഫ് ഭൂമിയായി മുദ്ര കുത്തപ്പെട്ടത് മൂലം ദുരിതം അനുഭവിക്കുന്ന മുനമ്പം ജനതയുടെ കണ്ണീരിന് അറുതി വരുത്താൻ പുതിയ വഖഫ് നിയമ ഭേദഗതിയെ കേരളത്തിൽ നിന്നുള്ള എംപിമാർ പിന്തുണയ്ക്കണമെന്ന് കത്തോലിക്ക കോൺഗ്രസും KCBCയും ആവശ്യപ്പെട്ടിരുന്നു. വഖഫ് നിയമ ഭേദഗതി ബില്ല് നടപ്പാകാതെ മുനമ്പത്തെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം പോലും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ മുനമ്പത്തെ 600-ൽ പരം കുടുംബങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുവാൻ കേരളത്തിലെ ജനപ്രതിനിധികൾക്ക് ബാധ്യതയുണ്ട് എന്നതായിരുന്നു അവരുടെ നിലപാട്. വഖഫ് നിയമ ഭേദഗതി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സമുദായ നിലപാടിനോടൊപ്പം നിലനിൽക്കുന്നവർക്കെതിരെ ഭീഷണി മുഴക്കാനും പിന്തിരിപ്പിക്കാനുമാണ് രാഷ്ട്രീയ നേതാക്കൾ ശ്രമിക്കുന്നതെങ്കിൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും കത്തോലിക്ക കോൺഗ്രസ് പറഞ്ഞിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് കോൺഗ്രസ് എംപിമാരെ ബഹിഷ്കരിക്കുന്ന ഫ്ലക്സും വച്ചത്. വഖഫ് ബോർഡിനുള്ള അനിയന്ത്രിതമായ അവകാശങ്ങൾ മുൻകാല പ്രാബല്യത്തോടെ ഇല്ലാതാക്കണമെന്നും സിവിൽ നിയമപരിധിയിൽ വഖഫ് ബോർഡിനെ കൊണ്ടുവരുന്ന വിധത്തിൽ നിലവിലെ നിയമം പരിഷ്കരിക്കണമെന്നും കത്തോലിക്ക കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇത് പൂർണ്ണമായും വഖഫ് ബില്ലിന്റെ ഭാഗമാക്കിയിട്ടില്ല. അപ്പോഴും വഖഫ് നിയമം ആശ്വാസമാണെന്നാണ് അവരുടെ വിലയിരുത്തൽ. വഖഫ് നിയമം ജനാധിപത്യത്തിനും മതേതരത്വത്തിനും എതിരാണ് എന്നായിരുന്നു CBCIയുടെ നിലപാട്. ഈ KCBCയുടെ ആഹ്വാനം കോൺഗ്രസ് പൂർണ്ണമായും തള്ളുകയും ചെയ്തു. മുനമ്പം വിഷയത്തിൽ രമ്യമായ പരിഹാരമാണ് വേണ്ടതെന്ന് ലീഗ് നിലപാട് സ്വീകരിച്ചെങ്കിലും വിഷയത്തിൽ വ്യക്തമായൊരു പരിഹാര നിർദ്ദേശം ഒരു വിഭാഗത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല. ആദ്യഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ മുനമ്പം കുടിയിറക്ക വിഷയത്തിൽ ഇടപെടാൻ തയ്യാറായിരുന്നില്ല. ആരെയും കുടിയിറക്കില്ലെന്ന് പ്രസ്താവന നടത്തിയതല്ലാതെ സർക്കാർ നടപടികളൊന്നും സ്വീകരിച്ചുമില്ല.